jalginsdayoutന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ആണ്, ചെറിയൊരു അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാമറയാണ്. പാനസോണിക്കിൻ്റെ ലുമിക്സ് എന്ന് പറഞ്ഞ ഒരു ക്യാമറയാണ് അൺബോക്സ് ചെയ്യുന്നത്. അതിൻ്റെ മോഡൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതാണ് ക്യാമറ. ഇതാണ് നമ്മുടെ ക്യാമറ. പാനസോണിക് ലുമിക്സിൻ്റെ DMC FZ1000 എന്ന് പറഞ്ഞ മോഡലാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഈ ബോക്സ് ഞാൻ നേരത്തെ തുറന്നു നോക്കിയായിരുന്നു, ക്യാമറ വന്നപ്പോൾ തന്നെ ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും. പക്ഷേ ഇത് ജസ്റ്റ് ഈ ബോക്സിൽ എന്തൊക്കെയാണ് കണ്ടൻസ്, ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, ഓസ്ട്രേലിയയിലെ പ്രൈസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ ഇത് തുറന്നു നോക്കാം, ഇതിൽ എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ബോക്സ് മാറ്റിയേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാനസോണിക് ലുമിക്സ് DMC FZ1000 എന്ന് പറഞ്ഞ ക്യാമറ. അപ്പോൾ ഇതിനകത്ത് വരുന്ന കണ്ടൻസ് എന്ന് വെച്ചാൽ ഒരു ബ്രൗഷറും വാറണ്ടി കാർഡും കാര്യം ഉള്ളൊരു പാക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു DVD ഉണ്ട്. ഈ DVDയിലാണ് അതിൻ്റെ ബാക്കിയുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒരു USB കേബിളാണ്, നമുക്ക് ഫോട്ടോസൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള USB കേബിൾ. പിന്നെ വരുന്ന ഒരു ബാറ്ററി പാക്ക് ഉണ്ട്. പിന്നെ ഒരു AC കേബിളുണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു ഷോൾഡർ സ്ട്രാപ്പ് ഉണ്ട്. പിന്നെ ഒരു ബാറ്ററി ചാർജർ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഒരു ലെൻസ് ഹുഡ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇത്രയാണ് ഇതിനകത്ത് ഫുൾ പാക്കായിട്ട് വരുന്നത്. ഇതാണ് ഈ ബോക്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റി വെച്ച് ക്യാമറയിലേക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. ക്യാമറേൻ്റെ നമുക്ക് ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കി വെക്കട്ടോ. അതിനകത്ത് ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ. അതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റെക്കോർഡിംഗ് ബട്ടൺ, നമ്മുടെ ഫോട്ടോ എടുക്കുന്ന ബട്ടൺ, അതുപോലെ സൂം ഇൻ ആൻഡ് ഔട്ട്, അതുപോലെ ഇവിടെ തന്നെ സൂം ഉണ്ട്. ഇതിനകത്ത് 24-400 ലെൻസാണിത്, ഇൻബിൽഡ് ലെൻസാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഫ്ലാഷ് ഇവിടെയാണ് വരുന്നത്. ഫ്ലാഷ് ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഫ്ലാഷ് ലിഫ്റ്റ് ആവും. ഇത് നമുക്ക് ക്യാമറ ഇൻബിൽഡ് ഫ്ലാഷ് ആണ്. നമുക്ക് എക്സ്ട്രാ ഫ്ലാഷ് വേണമെങ്കിൽ ഈ സ്ലോട്ടിൽ നമുക്ക് വെക്കാവുന്നതാണ്. ഈ സ്ലോട്ടിൽ നമുക്ക് ഫ്ലാഷ് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്തൊരു സ്റ്റീരിയോ മൈക്കാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്ന് ഓൾമോസ്റ്റ് ഉള്ള സൗണ്ടൊക്കെ ഇതിനകത്ത് കേൾക്കാൻ പറ്റും. ഫ്രണ്ടിൽ നിന്നുള്ള കറക്റ്റായിട്ട് കേൾക്കാം. ഇപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ സൗണ്ട് ക്ലാരിറ്റി നല്ലതായിരിക്കും. ബാക്കിയുള്ള ഫങ്ഷനും സെറ്റപ്പൊക്കെ എല്ലാം ഈ ഒരു ഏരിയയിലാണ് കണ്ടില്ലേ. എല്ലാ ഫങ്ഷൻസും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്ക്രീൻ കണ്ടില്ലേ, നമ്മുടെ ഡിജിറ്റൽ സ്ക്രീൻ ഫ്ലിപ്പ് സ്ക്രീനാണ്. ഈ സ്ക്രീൻ തന്നെ നമുക്ക് ഏതൊരു ആംഗിളിലേക്കും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സ്ലൈഡ് ചെയ്ത് വയ്ക്കാം. നമ്മളിപ്പോൾ വ്ളോഗ്സൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പുറത്തെ വ്യൂ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടണേ നമുക്ക് ഇങ്ങനെ പിടിച്ച് വ്ളോഗ്സ് എടുക്കാൻ നമുക്ക് കറക്റ്റായിട്ട് പറ്റും കണ്ടില്ലേ. ഇങ്ങനൊരു ഫംഗ്ഷൻ നമുക്ക് ഇതിനകത്ത് നല്ല ഒരു ഫീസിബിളായിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി ഇടുന്ന കമ്പാർട്ട്മെൻറ്റ്. ഇതാണ് നമുക്ക് ബാറ്ററി ഇട്ടിട്ട് നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ഇത് ലോക്കായി. ഇവിടെയാണ് നമ്മുടെ SD കാർഡ് ഇടുന്നത്. ഇവിടെയാണ് SD കാർഡ് ഇടുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് ട്രൈപോഡും കാര്യങ്ങളും കണക്ട് ചെയ്യാവുന്ന ഒരു സെറ്റാണ് ഇതിവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതിനകത്ത് നമുക്ക് റിമോട്ടിൻ്റെ കണക്ട് ചെയ്യാവുന്നതുണ്ട്, HDMI കണക്ട് ചെയ്യാവുന്നുണ്ട്, AV ഔട്ട് എല്ലാം ഈ സൈഡിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബക്കിളും ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു ഹാൻഡ് ഗ്രിപ്പ് കാണില്ല. ഈ ഒരു ഗ്രിപ്പ് നമുക്ക് നല്ല ഗ്രിപ്പാണ്. നമുക്ക് ഈ ഒരു ഡിസൈൻ നല്ലതാണ്. നമുക്ക് ഗ്രിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ക്യാമറ നമ്മുടെ കയ്യിൽ നല്ല ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രിപ്പാണിത്. ഹോൾ ബോഡി വെയിറ്റ്, ഇതിൻ്റെ ബോഡി വെയിറ്റ് നമുക്ക് ഈ ഒരു കയ്യിൽ ഈ ഒരു ഗ്രിപ്പിൽ നമുക്ക് പിടിക്കാൻ പറ്റും. അതൊരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ് ഇതിനകത്ത്. നല്ലൊരു ബിൽഡാണ് കേട്ടോ. നല്ലൊരു ബെസ്റ്റ് ക്വാളിറ്റി ബിൽഡ് എന്ന് തന്നെ പറയാം നമുക്ക് ഈ ലുമിക്സിൻ്റെ ഈ ഒരു ക്യാമറ. അതിൻ്റെ ചെറിയൊരു സ്മൂത്തായിട്ടുള്ള ചെറിയൊരു റഫ് സർഫസാണ് ഇതിൻ്റെ എല്ലാ ബോഡിക്കും കൊടുത്തേക്കണത്. അതുകൊണ്ട് നമുക്ക് നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. ഇത് വൈഫൈ എനേബിൾഡ് ആണ്. അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് 4K ക്യാമറയും കൂടിയാണ്. ബെസ്റ്റ് നമുക്ക് വ്ളോഗേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. സ്റ്റിൽസ് എടുക്കാനും നമുക്ക് വീഡിയോ എടുക്കാനും പറ്റിയൊരു ക്യാമറയാണിത്. ഈ ഒരു ക്യാമറയുടെ മെഗാപിക്സൽ 20 മെഗാപിക്സൽ ക്യാമറയാണ് ഇതിന് കൊടുത്തേക്കണത്. അതുപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് ആണെങ്കിൽ 830 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. നമുക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ ട്രാവൽ വ്ളോഗ്സിനൊന്നും അത്ര നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്റ്റിൽസ് എടുക്കാനും അല്ലെങ്കിൽ നമ്മൾ ട്രൈപോഡിലൊക്കെ വെച്ചിട്ട് എടുക്കുന്ന വീഡിയോസൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ക്ലീനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തേനാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു ഇത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഓസ്ട്രേലിയൻ മാർക്കറ്റ് പ്രൈസ് പറയുകയാണെങ്കിൽ ഒരു $850 തൊട്ട് $900 വരെയാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. പിന്നെ ഇതിനകത്ത് ലെൻസ് 25-400 മാക്രോ ലെൻസാണ്. ഇത് നോൺ ഡിറ്റാച്ചബിൾ ലെൻസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്.
പിന്നെ അതുപോലെ തന്നെ വേറൊരു ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു സ്ലോട്ടും കൂടി ഇതിൻ്റെ അകത്താണ്. നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് നമ്മളിപ്പോൾ ഇത് അത്യാവശ്യം പവർഫുൾ ആണ്. നമുക്ക് കുറേ കൂടെ ക്ലാരിറ്റിയുള്ള സൗണ്ട് വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ മൈക്ക് കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു അൺബോക്സിങ് വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.